AK അഭിലാഷ്, ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? നേവിയുടെ തിരച്ചിൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈശ്വർ മാൽപ്പയുടെ 14ാമത്തെ ഡൈവ് എപ്പോഴായിരിക്കും? നാവികസേന ഇപ്പോഴും ആ മേഖല കേന്ദ്രീകരിച്ചുള്ള പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈശ്വർ മാൽപ്പയും ആ ഭാഗത്ത് തന്നെ ഉണ്ട്. ഏതായാലും ഇപ്പോൾ ഏറ്റവും വളരെ പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് പ്രതീക്ഷിച്ചിരുന്ന ഒരു റിസൾട്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. കാരണം ഇന്ന് രാവിലെ മുതൽ പരിശോധന നടത്തിയെങ്കിലും നദിയുടെ പല മേഖലകളിലും ആഴത്തിൽ പരിശോധന നടത്തിയെങ്കിൽ പോലും ഒരു വസ്തുവും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് സമയങ്ങൾക്കുള്ളിൽ തന്നെ ഈ ലോറിയിലുണ്ടായിരുന്ന കയറടക്കമുള്ള സാധനങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കയർ കണ്ടെത്തിയിരിക്കുന്നത് കഴിഞ്ഞ ആദ്യം തുടക്കം മുതൽക്ക് നമുക്ക് കയർ കിട്ടിയൊരു സ്ഥലമുണ്ടായിരുന്നു. അതിൽ താഴ്ഭാഗത്ത് വെച്ച് തന്നെയാണ് ഇപ്പോഴും കയർ കിട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ ജാക്കി, ഹൈഡ്രോളിക് ജാക്കി കിട്ടിയതിൻ്റെ ഏതാണ്ട് അതിന് തൊട്ടടുത്തായിട്ട് തന്നെയാണ് ഈ കയർ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോറി ആ ഭാഗത്തേക്ക് മറിയുന്ന സമയത്ത് തന്നെയായിരിക്കണം ജാക്കി അവിടെ വീണുപോയതും അതോടൊപ്പം തന്നെ കയർ പൊട്ടി മരങ്ങൾ ഒലിച്ചു പോകാനുള്ള സാധ്യത ഒക്കെ തെളിഞ്ഞു വന്നിരിക്കുന്നു എന്ന് ആണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ലോറി ഒരു പക്ഷേ ആ പോയിന്റുകളിൽ തന്നെ എവിടെയെങ്കിലും തങ്ങിക്കിടക്കാനുള്ള ഒരു സാധ്യതയാണ്. പക്ഷേ ഇതുവരെ നടത്തിയ പരിശോധനയിൽ അവിടെ ഒന്നും ലോറി എന്ന് പറയുന്നത് ഏതാണ്ട് 30 മീറ്ററോളം നീളമുള്ള ലോറിയാണ്. അത് ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയമായി തന്നെ തുടരുകയും ചെയ്യുകയാണ്. കാരണം ആ മേഖലകളിലൊക്കെ നാവികസേനയും അതോടൊപ്പം തന്നെ മാൽപ്പയുടെ നേതൃത്വത്തിലൊക്കെ പരിശോധന 1-2 തവണ പരിശോധന നടത്തി കഴിഞ്ഞു. അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് അവിടെ ഈ മണ്ണിനൊപ്പം തന്നെ ഈ കല്ലുകളും അതോടൊപ്പം തന്നെ മരങ്ങളും. AK അഭിലാഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നേവിയുടെ 2 ടീമായി അവർ ഡിങ്കി ബോട്ടുകളിൽ നിലയുറപ്പിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. കയറ് കിട്ടിയ സ്ഥലം, ആ കയറ് കിട്ടിയത് കയറിന്റെ മറ്റേ അറ്റത്ത് ലോറി കിടക്കുകയാണോ, ലോറി മണ്ണിനടിയിലാണോ, അതിന് മുകളിലാണോ ആൽമരം വീണ് കിടക്കുന്നത്, ആൽമരത്തിന് താഴെ പാറ കഷണങ്ങളാണോ, മണ്ണ് പുതഞ്ഞു കിടക്കുന്ന മൺകൂനയ്ക്കിപ്പുറത്തായാണോ ഈ ലോറി കിടക്കുന്നത്, ആ ട്രക്ക് അവിടെ കണ്ടെത്താൻ കഴിയുമോ? അതാണ് ഇപ്പോൾ പരിശോധനകളിലൂടെ. കഴിഞ്ഞ ദിവസവും അവർ സോണാർ പരിശോധന നടത്തിയിരുന്നു എന്ന് നേവി വ്യക്തമാക്കുന്നു. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ്, അതായത് സാങ്കേതികമായി പരിശോധിച്ചുറപ്പിച്ച് അവിടെ മുങ്ങി തപ്പുകയാണ് നേവിയുടെ ടീം. അവിടെ നിന്നാണ് അവർക്ക് 3 ലോഹഭാഗങ്ങൾ കിട്ടിയത്. അത് ടാങ്കർ ലോറിയുടേതാണ് ലോഹഭാഗമെന്ന് ലോറിയുടമ മനാഫ് പറയുന്നു. അക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും കെട്ടിയിരുന്ന കയർ അതിപ്പോൾ കിട്ടിയിരിക്കുന്നു. ആ കയറിന്റെ മറ്റേ അറ്റത്ത് അത് ട്രക്കാണോ എന്നുറപ്പിക്കുന്നതിനുള്ള പരിശോധനയാണ് ഇനി നടക്കേണ്ടത്. നേവിയുടെ 2 ടീം ഇപ്പോൾ ഗംഗാവാലി നദിയിലുണ്ട്. ഈശ്വർ മാൽപ്പെ 13ാമത്തെ ഡൈവിന് തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞ് 50 മിനിറ്റ്. രാവിലെ തുടർച്ചയായി 13 ഡൈവുകൾ മാൽപ്പെ പൂർത്തിയാക്കിയതാണ്. 10 മിനിറ്റും 15 മിനിറ്റും 19 മിനിറ്റും വരെ നീളുന്ന വലിയ സമയ ദൈർഘ്യമെടുത്തുകൊണ്ടുള്ള ഡൈവിംഗ് ആണ് നേരത്തെ മാൽപ്പെ നടത്തിയത്. ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ദൗത്യം തുടരുമെന്നാണ് മാൽപ്പെ പറഞ്ഞത്. വൈകിട്ട് 6 മണി വരെയെങ്കിലും ദൗത്യം തുടരാൻ കഴിയും. ഇപ്പോൾ നല്ല വിസിബിലിറ്റിയാണ്, അടിത്തട്ട് കാണാൻ കഴിയുന്നുണ്ട് എന്നാണ് മാൽപ്പെ പറഞ്ഞത്. അപ്പോൾ നേവി നടത്തുന്ന പരിശോധന, ആ പരിശോധന പുഴയുടെ ഓരം ചേർന്നുള്ള ഭാഗമാണ്. ഇന്നലെ ഹൈഡ്രോളിക് ജാക്കി ഈശ്വർ മാൽപ്പെ കണ്ടെടുത്തതിന് തൊട്ടു ചേർന്നാണ് ഇപ്പോൾ ഈ ലോഹഭാഗങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. അവിടെ തന്നെയാണ്